ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വട്ടും കരളും റോസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വട്ടും കരളും 1 കിലോ എടുത്തിട്ടുണ്ട്. നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, സവാള, തക്കാളി, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് യോജിപ്പിച്ച് കുക്കറിൽ ഒരു വിസിലടുപ്പിക്കാം കേട്ടോ നമുക്ക്. ഇനി ഒരു ഉരുളി വെച്ചിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള സവാള, തക്കാളി, ഒരു 3 മീഡിയം സവാളയാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് എടുത്തിരുന്നത്, ഒരു തക്കാളി. ഇത് നല്ലോണം വഴറ്റി കൊടുക്കണം. എൻ്റെ സവാളയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ഇതായി വരുമ്പോൾ നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല എന്നിവ ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കാം. മസാലയുടെ ആ കുത്തുമണമെല്ലാം മാറിക്കിട്ടണം കേട്ടോ. അതിനുശേഷം നമുക്ക് കുക്കറിൽ നമ്മൾ ഒരു വിസിലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് വട്ടും കരളും, നമ്മളത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കറിവേപ്പില എൻ്റെ വീക്ക്നെസ്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ, വേവിച്ച് വെച്ചിരിക്കുന്ന വട്ടും കരളും. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഉപ്പും മസാല സ്പൈസസ് ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് അത് ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ടൈമിൽ. നല്ലോണം തിളച്ചിട്ട് നമുക്ക് നല്ലോണം അടി പിടിക്കാതെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ലിവർ പെട്ടെന്ന് വേവും, വട്ട് വേവാനാണ് താമസം. അപ്പോൾ നമുക്കിനി മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. വട്ടും കരളും റോസ്റ്റ് റെഡി.